ഹായ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു അണ്ടിപ്പുട്ടിൻ്റെ റെസിപ്പിയാണ് എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി തന്നെ ആയിരിക്കും എന്നാലും ഇപ്പോൾ പുതിയ ആൾക്കാർക്കൊന്നും അറിയുണ്ടാവില്ല എല്ലാവരും പുറത്തുനിന്ന് ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിയിട്ടാവും ഇത് കഴിക്കാറുള്ളത് അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് വീട്ടിൽ തന്നെ എങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ കശുവണ്ടി ചുട്ടെടുത്തിട്ടൊക്കെയാണ് ഇത് ശരിക്കും ചെയ്യാറുള്ളത് നമ്മൾ ഉരലിലൊക്കെ ഇടിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കാറുള്ളത് നമുക്കിപ്പോൾ അതിനുള്ള സൗകര്യമൊന്നും ഇല്ലാത്തത് കാരണം നമ്മൾ അണ്ടിപ്പരിപ്പ് വെച്ചിട്ട് അതുപോലെ നമ്മൾ മിക്സിയിൽ പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് നമുക്ക് വളരെ പെട്ടെന്ന് എപ്പോഴും വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ എങ്ങനെ ഇത് ചെയ്യുന്നത് നോക്കാം അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതൊന്നും മറക്കരുത് കേട്ടോ ആദ്യം തന്നെ ഇതിലേക്കുള്ള അരി നമുക്കിതൊന്ന് വറുത്തെടുക്കാം അതിനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഒരു 1/2 കിലോ അരിയാണ് കേട്ടോ അത് കഴുകി വൃത്തിയാക്കി ഉണക്കിയിട്ടുള്ള അരിയാണ് അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ഞാൻ 1/2 കിലോ അരി അതുപോലെ 1/2 കിലോ അണ്ടിപ്പരിപ്പ് അതുപോലെ തന്നെ 1/4 കിലോ ശർക്കര 3 കൊപ്പര ഇത്രയാണ് ഞാൻ ചെയ്യുന്ന അളവ് കേട്ടോ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അളവൊക്കെ ഇത് നിങ്ങൾക്ക് കൂട്ടി കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സെയിം ഡബിൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ കുറക്കണമെങ്കിൽ ഇതിൽ കുറച്ചിട്ടൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ നന്നായിട്ട് നമുക്ക് അരി ഒന്ന് വറുത്തെടുക്കാം ചെറിയ തീയിലിട്ടിട്ട് വേണം നിങ്ങൾ വറുത്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും എല്ലാ അരിയും നമുക്ക് പൊരിഞ്ഞ് കിട്ടൂല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ചെറിയ തീയിലിട്ടിട്ട് വറുത്തെടുത്താൽ മതി നമ്മൾ ഫ്രൈ പാനിലിട്ടിട്ട് വറുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പുറത്ത് പോകും കേട്ടോ അപ്പോൾ ഇങ്ങനെ കുഴിയുള്ള ചട്ടിയിലാകുമ്പോൾ കുറച്ചും കൂടി സേഫായിട്ട് നമുക്ക് വറുത്തെടുക്കാൻ പറ്റും അപ്പോൾ ഏകദേശം എല്ലാതും വറവായിട്ടുണ്ട് ഇത്രയും മതി ഇത് നമുക്ക് ചൂടാറാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി അതേ ചട്ടിയിൽ തന്നെ ഞാൻ ഒരു 1/2 കിലോ അണ്ടിപ്പരിപ്പും കൂടെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ഇത് നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം വറുത്തെടുക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും ഇനി നമുക്ക് ഈ വറുത്ത് വെച്ചിട്ടുള്ള അരി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം നല്ല തരി ഇല്ലാണ്ട് നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കുക അതുപോലെ അണ്ടിപ്പരിപ്പും നമുക്ക് പൊടിച്ചെടുക്കണം അതുപോലെ കൊപ്പരയും നമുക്ക് പൊടിച്ചെടുക്കണം ഇപ്പം ഞാനിവിടെ 1/4 കിലോ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട് അത് അരിച്ച് വെച്ചിട്ടുള്ള ശർക്കരയാണ് അതിലേക്ക് നമ്മൾ അരി വറുത്ത് പൊടിച്ചതാണ് ഇട്ടിട്ടുള്ളത് ഇനി നമ്മൾ അണ്ടിപ്പരിപ്പ് വറുത്ത് പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ടും ഞാൻ ഒരേ അളവിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇതിലേക്ക് 3 കൊപ്പര ഇത് പൊടിച്ച് വെച്ചിട്ടുള്ളതാണ് ഇതിന് പകരം നിങ്ങൾക്ക് തേങ്ങ വേണമെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക തേങ്ങനേക്കാളും ടേസ്റ്റ് കൊപ്പരയാണ് കേട്ടോ ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം തേങ്ങ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശർക്കര പാവ് ഉണ്ടാക്കുന്ന സമയത്തിന് തേങ്ങ അതിലേക്ക് ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഇത് കേടുവരും അധികം ദിവസം ഇരിക്കാനൊന്നും പറ്റൂല കേട്ടോ തേങ്ങ ആകുമ്പോൾ കൊപ്പര ആവുന്ന സമയത്ത് നമുക്ക് വെക്കാൻ പറ്റും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ചിലർ ശർക്കര പൊടിച്ചിട്ട് അങ്ങനെ ചേർക്കാറുണ്ട് അങ്ങനെ ചെയ്യുന്ന സമയത്ത് ശർക്കരയിലെ മണ്ണൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇതിൽ പെട്ടുപോകും കേട്ടോ അപ്പോൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് അതൊക്കെ കടിക്കും അപ്പോൾ ഇതുപോലെ ഉരുട്ടിയെടുക്കുന്നൊരു പാകത്തിനാക്കിയിട്ട് നമ്മൾ ഇത് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ ഈ പറഞ്ഞ അളവൊക്കെ മധുരമൊക്കെ കറക്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ അളവൊക്കെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയിട്ട് ചെയ്താൽ മതി നമുക്കെല്ലാം ഇതുപോലെ ഒന്ന് കൈ കൊണ്ടൊന്ന് ഉരുട്ടിയൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ വലിപ്പമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെറുതോ വലുതോ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെ ഇനി ഉരുട്ടണ്ടെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ സ്പൂൺ വെച്ചിട്ട് കോരി കഴിക്കുകയൊക്കെ ചെയ്യാം നല്ല ടേസ്റ്റാണ് ഈ അണ്ടിപ്പുട്ട് കഴിക്കാനായിട്ട് അപ്പോൾ ചിലർ അരി കൂടുതൽ എടുത്തിട്ട് അണ്ടിപ്പരിപ്പ് കുറച്ചിട്ടൊക്കെ എടുക്കാറുണ്ട് അണ്ടിപ്പരിപ്പ് രണ്ടും സെയിം അളവിൽ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റാണ് അണ്ടിപ്പരിപ്പ് കൂടിയാലും നല്ല ടേസ്റ്റാണ് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു പലഹാരമാണ് നിങ്ങൾക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം